എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ മെയ് 4 ഇലക്ഷൻ്റെ റിസൾട്ട് വരികയാണ്. ഇലക്ഷനിൽ UDF കോൺഗ്രസ് നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നാൽ ആരൊക്കെ ആയിരിക്കും മന്ത്രിസഭയിൽ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ ഒരു ഉത്തരമാണ്, നമുക്കറിയാവുന്ന ഉത്തരമാണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഈ ആരാണ് മുഖ്യമന്ത്രി നമുക്ക് പറയാൻ കഴിയില്ല. 3 പേരാണ് അതിൽ മുന്നിട്ട് നിൽക്കുന്നത്. KC വേണുഗോപാലുണ്ട്, VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. ഇനി ഇവരുടെ മന്ത്രിസഭയിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വരുമെന്ന് ഉറപ്പിച്ചിട്ടുള്ള കുറച്ച് പേരുകളുണ്ട്. അതിൽ ഒന്നാമത്തെ പേരാണ് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഇദ്ദേഹം പേരാവൂർ മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. KK ശൈലജയാണ് ഓപ്പോസിറ്റ്. പക്ഷെ വിജയിച്ച് കയറുമെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സണ്ണി ജോസഫിന് ഒരു മികച്ച വകുപ്പ് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അടുത്ത രണ്ടാമതുള്ളത് K മുരളീധരൻ. വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിച്ച് അദ്ദേഹം വിജയിച്ച് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് നല്ലൊരു വകുപ്പ് തന്നെ കിട്ടി അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് മന്ത്രിയായിട്ട്. പിന്നെ മൂന്നാമതുള്ളത് AP അനിൽകുമാർ. നിലവിൽ KPCCയുടെ വൈസ് പ്രസിഡന്റാണ്. കോൺഗ്രസിന്റെ പ്രധാന തീരുമാനങ്ങൾക്ക് എടുക്കുന്നവരിൽ ഒരാളാണ്. അപ്പം AP അനിൽകുമാറിനും നല്ലൊരു വകുപ്പ് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. കൂടാതെ AP അനിൽകുമാർ മുമ്പ് 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നിട്ടുള്ള ആളാണ് AP അനിൽകുമാർ. അപ്പോൾ ഇത്തവണ AP അനിൽകുമാർ മന്ത്രിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ അടുത്ത് കിട്ടാൻ സാധ്യത ഉള്ള ഒരാള് റോജി M ജോൺ ആണ്. അങ്കമാലി മണ്ഡലത്തിൽ നിന്നും 3 തവണയായിട്ട് വിജയിച്ചു വരുന്ന ആളാണ് റോജി M ജോൺ. ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ 4 തവണയാകും. അപ്പോൾ റോജി M ജോണിനും യുവ പ്രാതിനിധ്യം എന്ന രീതിയിൽ നല്ലൊരു വകുപ്പോട് കൂടി അധികാരത്തിലേറാനുള്ള സാധ്യതയുണ്ട്. റോജി M ജോൺ ആദ്യമായിട്ട് ആയിരിക്കും അധികാരത്തിൽ വരുന്നത് മന്ത്രിയായിട്ട്. പിന്നെ ഉള്ളത് CP ജോൺ ആണ്. CMPക്ക് വേണ്ടിയിട്ടാണ് മത്സരിച്ചത്. തിരുവനന്തപുരം സെൻട്രലിലാണ് മത്സരിച്ചത്. അദ്ദേഹം ഇതുവരെയും MLA ആയിട്ടില്ല. പക്ഷെ ഇത്തവണ തിരുവനന്തപുരം സെൻട്രലിലെ പ്രത്യേക സാഹചര്യത്തിൽ CP ജോണിന് ഉറപ്പായിട്ടും വിജയിക്കുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. കൂടാതെ UDF അധികാരത്തിൽ വന്നാൽ CP ജോൺ ഘടകകക്ഷികളിൽ നിന്നും മന്ത്രിയാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പിന്നെ ഉള്ളത് അനൂപ് ജേക്കബ്. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൽ നിന്നും മന്ത്രിയാകുന്ന ആളാണ് അനൂപ് ജേക്കബ്. അപ്പോൾ അനൂപ് ജേക്കബ് മുമ്പ് 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും മന്ത്രിയായിരുന്ന ആളാണ്. ഇത്തവണയും അനൂപ് ജേക്കബ് മന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ആർക്കും ഉണ്ടാവേണ്ടതില്ല. പിന്നെ ഉള്ളത് PK കുഞ്ഞാലിക്കുട്ടി. ഉറപ്പായിട്ടും PK കുഞ്ഞാലിക്കുട്ടി, ഒരു സംശയവും വേണ്ട, PK കുഞ്ഞാലിക്കുട്ടി കേരളത്തിൽ മന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ലാത്ത പേരാണ്. അടുത്തത് അനൂപ് ജോൺ ജോസഫ്. അതായത് നിലവിലെ PJ ജോസഫിന്റെ മകനും PJ ജോസഫിന്റെ പിൻഗാമിയായിട്ട് തൊടുപുഴ നിന്ന് മത്സരിച്ച ആളാണ് അനൂപ് ജോൺ ജോസഫ്. അല്ല, അപ്പു ജോൺ ജോസഫ്. പേര് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പു ജോൺ ജോസഫ്. അപ്പോൾ ഈ അപ്പു ജോൺ ജോസഫും ഉറപ്പായിട്ടും മന്ത്രിയാകും എന്നുള്ള കാര്യത്തിലാണ് ഒരു സംശയവും ആർക്കും വേണ്ട. പിന്നെ ഇനിയിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇതുപോലെ 3 പേരാണല്ലോ ഇപ്പം ഈ മുഖ്യമന്ത്രി റൈസിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഒന്നാമത്തെ ആൾ രമേശ് ചെന്നിത്തല, രണ്ടാമത്തെ ആൾ VD സതീശൻ, പിന്നെ KC വേണുഗോപാൽ. അപ്പം ഇതിൽ KC വേണുഗോപാൽ ആണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായി വരുന്നതെങ്കിൽ ബാക്കി 2 പേർക്കും ഒരു അക്കോമഡേഷൻ കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പം ബാക്കി 2 പേർക്കും മന്ത്രിസ്ഥാനം കൊടുക്കുമോ അല്ലെങ്കിൽ ഒരാളെ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഒരു വലിയ സ്ഥാനം കൊടുക്കുമോ എന്നുള്ള കാര്യമൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ ഇവരിൽ ഒരാൾക്ക് മന്ത്രിയാവാൻ കഴിയും. ഇനി രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ VD സതീശൻ, ഇവർ 2 പേരിൽ ആരെങ്കിലുമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നുണ്ടെങ്കിൽ പിന്നെ KC വേണുഗോപാൽ നിലവിൽ MLA ആയിട്ട് മത്സരിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അക്കോമഡേഷനിൽ വേറെ ക്വസ്റ്റ്യൻ വരുന്നില്ല. പക്ഷേ ഇപ്പൊ VD സതീശനാണ് മുഖ്യമന്ത്രി ആവുന്നെങ്കിൽ രമേശ് ചെന്നിത്തല ഉറപ്പായിട്ടും മികച്ച ചിലപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടായിരിക്കും ഇവിടെ കേരളത്തിൽ ഭരണത്തിൽ വരുന്നത്. VD സതീശൻ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇനി രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയെങ്കിൽ ആഭ്യന്തരമന്ത്രി VD സതീശനും ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഇലക്ഷനിൽ UDF അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുന്ന പോർട്ട്ഫോളിയോ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.